ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വഞ്ചകന്മാർക്ക് എതിരെയുള്ള പ്രാർത്ഥന. ബാബിലോനിയ പ്രവാസത്തിന് ശേഷം മടങ്ങിവന്ന ഇസ്രായേൽ യെരുശലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയ കീർത്തനമാണ് 120 സങ്കീർത്തനം. വിടുതലിനു വേണ്ടിയുള്ള അപേക്ഷയും ശത്രുക്കൾക്ക് ലഭിക്കുന്ന ശിക്ഷയും. ഹല്ലേലൂയ. 1 വാക്യത്തിൽ എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. നിരന്തരമായി കഷ്ടത വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കും. യഹൂദർക്ക് എതിരെ നിരന്തരം പീഡനങ്ങൾ വരുമ്പോൾ അവരും യഹോവയോട് നിലവിളിക്കും. അതിനുള്ള ഉത്തരമാണ് സമീപ രാജ്യങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഉത്തരം, മറുപടി ദൈവം അവരെ കൊണ്ട് ചെയ്തിരിക്കുന്നു. 2 വാക്യത്തിൽ യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തകർത്തു എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. ശത്രുവിനെ തിരിച്ചറിയുന്നത് വ്യാജമുള്ള വാക്കുകളും വഞ്ചന നിറഞ്ഞ പ്രവൃത്തികളിലുമാണ്. ശത്രു രാജ്യങ്ങൾ ഇസ്രായേലിന് ചുറ്റും കിടന്ന് ഭീഷണി നടത്തുമ്പോൾ യഹൂദന്മാരുടെ പ്രാണനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം തന്നെയാണ്. സദൃശ്യവാക്യങ്ങൾ 12 അധ്യായം അതിൻ്റെ 22 വാക്യത്തിൽ വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. യഹൂദർക്ക് ദൈവത്തിൻ്റെ പ്രസാദമുണ്ട്. 3 വാക്യത്തിൽ വഞ്ചനയുള്ള നാവേ, നിനക്ക് എന്തു വരും, നിനക്ക് എന്ത് കിട്ടും. ഹല്ലേലൂയ. ദാവീദിനെ ശത്രുക്കൾ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ ശത്രുക്കളെ വീഴിക്കുവാൻ ദാവീദ് അതിശക്തിയോടെ യഹോവയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദുഷ്ടശക്തികളെ തകർത്തുകളയും. ഹല്ലേലൂയ. അതായത് എനിക്ക് എതിരെ 80 വയസ്സിന് താഴെയുള്ള ഒരുത്തൻ കിടന്ന് കണ്ണൂരിൽ ദിവസവും പിശാചിനെ അയച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എന്തു ചെയ്യും? ഹല്ലേലൂയ. ശത്രുവിനെതിരെ ദാവീദ് ചെയ്തതുപോലെ പ്രാർത്ഥിച്ച് ശാസിക്കുമ്പോൾ ദൈവം ശത്രുവിനെ തകർത്തുകളയും. ഹല്ലേലൂയ. എനിക്ക് എതിരെ എതിർപ്രാർത്ഥന നടത്തിയ ശത്രുവിനെ കഴിഞ്ഞ കൊല്ലം 14 ദിവസം കർത്താവായ യേശു ക്രിസ്തു അടിച്ചിട്ടു. എഴുന്നേൽക്കാൻ വയ്യാത്ത തരത്തിലാക്കിയിട്ടും ശത്രുവിൻ്റെ വഞ്ചനയ്ക്കും അവൻ്റെ നാവിനും അവനിലുള്ള സാത്താൻ എഴുന്നേൽക്കാൻ വയ്യാത്ത തരത്തിലായിട്ടും അവൻ്റെ മേൽ സാത്താൻ്റെ ശക്തി കുറഞ്ഞ് വന്നു. ഹല്ലേലൂയ. മാത്രമല്ല 2024 ഡിസംബർ മാസം 27, 28, 29 ദിവസങ്ങൾ
തിരുവനന്തപുരത്ത് വന്ന് ഫാസ്റ്റിംഗ് പ്രയർ നടത്തി എന്നെ തകർക്കുവാൻ. ഒന്നും നടന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കണ്ണൂർ പുളിങ്ങോം വാഴക്കുണ്ടത്തിരുന്നാലും, എറണാകുളത്തെ അരമനയിൽ ഇരുന്നാലും, തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ ഗ്രേസ് മിനി ഹാളിൽ ഇരുന്നാലും ഒന്നും സംഭവിക്കത്തില്ല. അവൻ കരുതി 2024 അങ്ങ് തീർത്ത് കളയാമെന്ന്. കാഞ്ഞിരംകുളത്തെ വക്കീലല്ല, പൊൻകുന്നത്തെ ജയരാജനും തങ്കമ്മയുമല്ല, കൂടെ നിന്ന് സുവിശേഷം പ്രസംഗിച്ച പാസ്റ്റർമാരെ അപകടത്തിൽപ്പെടുത്തിയതുപോലെയുള്ള ആളല്ല. സൂക്ഷിച്ചോ. 120 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യത്തിൽ വീരന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നവർക്ക് ലഭിക്കുവാൻ പോകുന്ന ഭയാനകരമായ ശിക്ഷയാണ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. മറ്റേതൊരു മരക്കനലിനേക്കാളും ഏറ്റവും ചൂടുകൂടിയ തീക്കട്ടയാണ് പൂവത്തിൻ കനൽ. ഭീകരർക്കും ഭീകര രാജ്യങ്ങൾക്കും ദുഷ്ടന്മാർക്കും എതിർ പ്രാർത്ഥനക്കാർക്കും കള്ളക്രിസ്തുക്കൾക്കും പൈശാചികന്മാരുടെ മാന്ത്രിക കേന്ദ്രങ്ങൾക്കും വരുന്ന ശിക്ഷ പെട്ടെന്നുമായിരിക്കും. ഹല്ലേലൂയ. ഇതിന്റെ തുടക്കമാണ് 2025 ജനുവരി മാസം 20 അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് ഉയർത്തിപ്പിടിച്ച വിശുദ്ധ ബൈബിളിലെ സത്യപ്രതിജ്ഞ. യഹോവയോട്, കർത്താവായ യേശു ക്രിസ്തുവിനോട് നിലവിളിച്ച റൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വർഷത്തിൽ വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചന നിറഞ്ഞ നാവുകളെയും ഈ പല തരത്തിലുള്ള എതിർപ്പുകളെയും തടുത്ത് പ്രാണനെ ദൈവം വീണ്ടെടുപ്പിച്ചു. ഭീകരർക്കും ഭീകര രാജ്യങ്ങൾക്കും ദുഷ്ടന്മാർക്കും കള്ള ക്രിസ്തുക്കൾക്കും എതിരെ പോരാട്ടം നടത്തുന്നവർക്ക് എതിരെയുള്ള തുടക്കമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ യേശുവിൻ നാമത്തിലുള്ള സത്യപ്രതിജ്ഞ. സ്തോത്രം. 120 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. മേശക്ക് റഷ്യയിലെ മോസ്കോയെയും കേദാർ കൂടാരങ്ങൾ എന്ന് പറയുന്നത് അറബി രാഷ്ട്രങ്ങളെയും ഉദ്ദേശിക്കുന്നു. ഇവരുടെ നടുവിൽ പാർക്കുന്ന ഇസ്രായേലിന് അയ്യോ കഷ്ടം, അയ്യോ ദുരിതം എന്നാണ് ദാവീദ് നിലവിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഭീകരർക്കും ഭീകര രാജ്യങ്ങൾക്കും അയ്യോ കഷ്ടം, അയ്യോ ദുരിതം. ഗാസയ്ക്കും ലെബനോനും യമനും സിറിയയ്ക്കും ഇറാനും അയ്യോ കഷ്ടം, അയ്യോ ദുരിതം. ഇസ്രായേലിന് വരുന്ന അറബി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായാലും രക്ഷയില്ല. അവർക്ക് അയ്യോ കഷ്ടം. ഇസ്രായേലിനെ രക്ഷിക്കാൻ അമേരിക്ക ഉൾപ്പെടെ യുകെയും ബ്രിട്ടനും ഇന്ത്യ പോലുള്ള നിരവധി രാജ്യങ്ങൾ ഒത്തുചേരും.
കേദാർ കൂടാരങ്ങളായ ഭീകര രാജ്യങ്ങളെ മേശക്ക് റഷ്യ പിന്തുണയ്ക്കും. എന്നാലും രക്ഷയില്ല. അയ്യോ കഷ്ടം, അയ്യോ ദുരിതം. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിൽ ഇടിച്ചു കയറി ഹമാസ് ഭീകരന്മാർ നടത്തിയ ഭീകര നരവേട്ട. ഹല്ലേലൂയ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ബുദ്ധിക്ക് യഹോവയായ ദൈവം ശക്തി പകർന്നു. ഹല്ലേലൂയ. പാലസ്തീൻ ഹമാസ് ഭീകരർ ബന്ദികളാക്കി വച്ചിരിക്കുന്ന 100-ലധികം ഇസ്രായേൽ പൗരന്മാരെ ഈജിപ്തിലും ഖത്തറിലും ഇറാനിലും ചേർന്ന് ഈജിപ്തും ഖത്തറും ഇറാനും ചേർന്ന് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വിവരം കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈജിപ്റ്റാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ 3 ഇസ്രായേൽ വനിതകളെ ഈജിപ്തിൽ നിന്നാണല്ലോ കൊണ്ടുവന്നത്. ഇതിൻ്റെ ചക്രം തിരിക്കുന്നത് ഖത്തറാണ്, ആസ്ഥാനം ഇറാനാണ്. 120-ാം സങ്കീർത്തനത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നത്, സമാധാന ദേശിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിയായി. ഞാൻ സമാധാനപ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴോ അവൻ കലശൽ തുടങ്ങുന്നു. ഇസ്രായേലികൾ സമാധാനപ്രിയരാണ്. ഇവർ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ UNOയിൽ ആയാലും മറ്റു രാജ്യങ്ങളിലായാലും സന്ധി സംഭാഷണങ്ങളെ തകിടം മറിക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ് ഭീകര രാജ്യങ്ങൾ ചെയ്തു വരുന്നത്. ഇന്നത്തെ മധ്യ പൗരസ്ത്യ ദേശങ്ങളിലെ യഥാർത്ഥ ചിത്രമാണ് 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത്. ലോകത്തിൻ്റെ സമാധാനം യെരുശലേം തന്നെയാണ്. ഇസ്രായേലിനെയും യെരുശലേമിനെയും തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സർവശക്തനായ യഹോവയായ ദൈവത്തിൻ്റെ ഉറവിടം ഇസ്രായേലിലെ യെരുശലേമിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി